ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. വേണമെങ്കിൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൂട്ടാമായിരുന്നു. പക്ഷേ അപ്പോഴും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല പ്രഖ്യാപനത്തിലേക്ക് പോകും. അതിലേക്ക് കരുതി വെച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും LDF ഒരു മേൽക്കൈ ഉണ്ടല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസമായിരിക്കാം. പിന്നെ ഈ പറയുന്ന മാതിരി പൊങ്ങച്ചം ഇല്ല, പൊങ്ങച്ചമുള്ള ഒരു ബജറ്റല്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രായോഗികമായ ബജറ്റ് എന്ന് പറയാം. ഇപ്പോൾ എന്താ പറയുക, പ്രതീക്ഷിച്ചതിലും 15 കോടിയും 17 കോടിയുമൊക്കെയാണ് 22, 24 വർഷങ്ങളിൽ ചെലവഴിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചെലവ് വരികയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കണക്കിനോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. അതിലൊന്നും അത് കൃത്യമായ മറുപടിയിലേക്ക് ധനമന്ത്രി വന്നിട്ടില്ല. ഒരു എക്കണോമിക് സർവേ ഇന്നലെ തന്നെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അത് വിശദമായി പരിശോധിക്കാനൊക്കെ ഇത് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് ബജറ്റിനൊപ്പം തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, കൃത്യമായി ഇപ്പോൾ വളരെ സ്ലോ ആയി 2 മണിക്കൂർ എടുത്ത് വന്നിരിക്കുന്ന ബജറ്റ് അവതരണം കുറച്ച് കേട്ടിരിക്കാൻ അത്ര സുഖമുള്ള ബജറ്റായിരുന്നില്ല സാധാരണഗതിയിലെ പോലെ. വേഗത്തിൽ പറഞ്ഞു തീർത്താൽ അത്രയ്ക്കേ ഉള്ളൂ കാര്യങ്ങളെങ്കിൽ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. അത് പലതിലും ആവർത്തനം വിരസത ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു പൊങ്ങച്ചം പറയാത്തൊരു ബജറ്റ് എന്ന നിലയ്ക്കാണ് അതിനെ പ്രായോഗിക ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.